നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് വേനൽമഴ വരുന്നു. പക്ഷെ അത് ഒരു 3 തരത്തിലുള്ള ഭീഷണിയുമായിട്ടാണ് വരുന്നത്. പ്രധാനപ്പെട്ടത് ഇത് ചുരുങ്ങിയ സമയത്ത് ഇപ്പം തെക്കൻ കേരളത്തിലൊക്കെ ഈ ഈ ഒരു സ്പെല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻറ്റൻസ് ആകാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ സ്റ്റഡി കാണുന്നത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെയാണ് ഈ പ്രീ മൺസൂൺ ക്ലൗഡ് ഇത്തരം തണ്ടർ ക്ലൗഡ് കൂടുന്നതും അത് മൂലം ഉണ്ടാകുന്ന മഴയും കൂടുതൽ. അപ്പോൾ അവിടങ്ങളിൽ അപ്പോഴും ഈ ഫ്ലഡിങ് ചാൻസ് അല്ലെങ്കിൽ ഫ്ലാഷ് ഫ്ലഡ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചുരുങ്ങിയ സമയത്ത് കൂടുതൽ മഴ, അതാണ് തണ്ടർ ഈ സമയത്ത് പ്രീ മൺസൂണിൽ ഉണ്ടാകുന്ന മഴയുടെ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇത് മുമ്പേ സൂചിപ്പിച്ച ഒരു ലൈറ്റ്നിങ്, ഇത് കൂമ്പാരമേഘങ്ങളിലാണ് ഇതിൻ്റെ ഒരു മേഘഘടന. അതിൽ ലൈറ്റ്നിങ്ങും തണ്ടറും ഒക്കെ ഉണ്ടാകാനുള്ള വളരെ വളരെ കൂടുതൽ ചാൻസാണുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഇത്തരം മേഘങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഇതിൽ നിന്നുള്ള ഒരു വലിയ ഗസ്റ്റ് വിൻഡ് എന്ന് പറയും. അത് ഈ മേഘങ്ങളുടെ മേളിൽ നിന്ന് താഴോട്ട് പ്രവഹിക്കുന്ന ഒരു കാറ്റാണ്. അപ്പോൾ താഴേക്ക് വരുമ്പോഴേക്കും സർഫസിലൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വേഗത ചിലപ്പോൾ 40-50 km/h മേളിലാവും. അപ്പോൾ ഇത് വരുന്ന സമയത്താണ് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകൾ, ഈ വലിയ മരങ്ങൾ, വലിയ പ്ലാന്റേഷൻ ക്രോപ്സ് ഇതെല്ലാം നാശനഷ്ടത്തിലേക്ക് പോകുന്നത്. അപ്പം വേനൽ മഴയും അതുപോലെ പൊതുവെ നമുക്ക് കേരളത്തിൽ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിലുള്ള ഈ ക്ലൈമറ്റ് ത്രെറ്റ്സ് ആണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രീ മൺസൂൺ സമ്മർ ടൈമിൽ ഹീറ്റ് വേവ്സ്, അത് കഴിയുമ്പോൾ തന്നെ പ്രീ മൺസൂൺ മഴ വരുന്നത് തന്നെ വലിയ അപകട സാധ്യതകളുമായിട്ടാണ്